Hi everyone, this is Rinsi from Groww Malayalam channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കമ്പനി, അതുപോലെ തന്നെ നിഫ്റ്റി 50 അറൌണ്ട് ഒരു 4 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു കമ്പനി. അതുപോലെ തന്നെ നമ്മൾ ലെജൻഡറി ഇൻവെസ്റ്റർ ആയിട്ടുള്ള രാകേഷ് ജുൻജുൻവാല അദ്ദേഹം നടത്തിയത് മോസ്റ്റ് ഫേമസ് ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു കമ്പനിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, നമ്മൾ ഇന്ന് ടൈറ്റൻ കമ്പനിയുടെ ഫണ്ടമെന്റൽ അനാലിസിസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്ന ഏരിയാസ് ഇതൊക്കെയായിരിക്കും. നമ്മൾ കമ്പനിയുടെ ഒരു ഓവർവ്യൂവിനെ പറ്റിയിട്ടും കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സെഗ്മെന്റ്സിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇൻഡസ്ട്രി ഓവർവ്യൂവിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോയുടെ എൻഡ് പാർട്ടിൽ ഈ ഒരു കമ്പനിയുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം പേഴ്സണൽ ഫിനാൻസ് അതുപോലെ തന്നെ ഇൻവെസ്റ്റിംഗ് റിലേറ്റഡ് ആയ ക്വാളിറ്റി കണ്ടന്റ് വീഡിയോസ് ആണ് എല്ലാ ആഴ്ചയും നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതൊന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കണ്ട. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് നമുക്ക് കമ്പനീനെ പറ്റിയിട്ട് നോക്കാം. 1984 ചെന്നൈയിൽ ടൈറ്റൻ വാച്ചസ് എന്ന പേരിലാണ് ടൈറ്റൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ജോയിന്റ് വെഞ്ചർ കമ്പനി ആയിട്ടാണ് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ടാറ്റ ഗ്രൂപ്പ് അതുപോലെ തന്നെ തമിഴ്നാട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തമ്മിൽ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിലും ഇവർ തന്നെയാണ് ഈ ഒരു കമ്പനിയുടെ മേജർ ഷെയർ ഹോൾഡേഴ്സ്. ടാറ്റ ഗ്രൂപ്പിന് 25% ഷെയർ ഹോൾഡിംഗ്സും അതുപോലെ തന്നെ തമിഴ്നാട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ടിഡ്കോയ്ക്ക് 28% ഷെയർ ഹോൾഡിംഗ്സ് ആണ് ഈ ഒരു കമ്പനിയിലുള്ളത്. ഇപ്പോൾ കോട്സ് അതുപോലെ തന്നെ ലക്ഷറി വാച്ച് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യയിലെ ഫസ്റ്റ് വാച്ച് മേക്കേഴ്സും കൂടി ടൈറ്റൻ എന്നുള്ളത്. അപ്പോൾ ഓവർ ദ ഇയേഴ്സ് ഇവരൊരു ബ്രാൻഡ് ബിൽഡിംഗ് കപ്പാസിറ്റിയാണ് ബിൽഡ് ചെയ്തത്. അവർ ഒരുപാട് വാച്ച് ബ്രാൻഡ്സ് ബിൽഡ് ചെയ്തു. ലൈക്ക് സോനാറ്റ, റാഗ, എഡ്ജ്, ഫാസ്റ്റ് ട്രാക്ക്, അങ്ങനെ പല വാച്ച് ബ്രാൻഡ്സും ബിൽഡ് ചെയ്തുകൊണ്ട് അവർ ബ്രാൻഡ് ബിൽഡിംഗ് കപ്പാസിറ്റിയാണ് ബിൽഡ് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി എടുത്ത് തന്നെ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് റെക്കഗ്നൈസബിൾ ബ്രാൻഡും കൂടിയാണ് ടൈറ്റൻ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ മേജർ ഒരു കോമ്പറ്റേറ്റർ ആയിരുന്നു HMT വാച്ചസ് എന്നുള്ളത്. അപ്പോൾ HMT വാച്ചസ് 2016 അവരുടെ വാച്ച് ബിസിനസ് ക്ലോസ് ചെയ്തു. ബട്ട് ഈ ഒരു ടൈമിലും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ടൈറ്റൻ സ്റ്റേ ചെയ്തിട്ടുള്ളത്. അപ്പം ടൈറ്റന്റെ ബ്രാൻഡ് തീമായിട്ട് അവർ യൂസ് ചെയ്തത് വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ഒരു പീസാണ്. അത് മോസാർട്ട് 25th സിംഫണിയാണ് അവർ യൂസ് ചെയ്തത്. 28 വർഷമായിട്ട് സ്ട്രോങ് ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു കമ്പനിയും കൂടിയാണ് ടൈറ്റൻ എന്നുള്ളത്. മീനിങ്ഫുൾ ഗിഫ്റ്റിംഗിൽ ഒരു ബ്രാൻഡ് ലെഗസിയാണ് ബിൽഡ് ചെയ്തത്. ദ ജോയ് ഓഫ് ഗിഫ്റ്റിംഗ് ആയിരുന്നു അവരുടെ ടാഗ് ലൈൻ. ഒരു സ്പെസിഫിക് ഇമോഷന്റെ ബേസിൽ ഒരു ലോങ് ലാസ്റ്റിംഗ് ബ്രാൻഡിന്റെ ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ ഇവർ എത്ര എക്സ്പേർട്ട് ആണെന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് അവർ ജ്വല്ലറിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് തനുഷ്ക്. ജ്വല്ലറിയിലേക്ക് മാത്രമല്ല അവർ ഐവെയറിലേക്ക്, അതായത് ടൈറ്റൻ ഐ പ്ലസ്, അതുപോലെ തന്നെ പെർഫ്യൂം സെഗ്മെന്റ്സിലേക്ക് അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സ്കിന്ന് അതുപോലെ തന്നെ ഇന്ത്യൻ ഡ്രസ് വെയർ തനീരയിലേക്കും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ വേൾഡിലെ 5th ലാർജസ്റ്റ് വാച്ച് മേക്കർ ആണ് ടൈറ്റൻ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ലാർജസ്റ്റ് ജ്വല്ലറി മേക്കേഴ്സും കൂടിയാണ് ടൈറ്റൻ കമ്പനി എന്നുള്ളത്. ഇനി നമുക്ക് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സെഗ്മെന്റ്സ് നമുക്ക് നോക്കാം. അപ്പൊ ടൈറ്റൻ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നത് $13 billion വിത്ത് ട്രെയിലിംഗ് 12 months ആണ്. അതുപോലെ തന്നെ ഈ ഒരു കമ്പനിയുടെ റവന്യൂ വരുന്നത് $3.7 billion ആണ്. അതുപോലെ തന്നെ 2064 ഓപ്പറേഷൻ സ്റ്റോഴ്സ് ആണ് ഈ ഒരു കമ്പനിക്കുള്ളത്. അതുപോലെ തന്നെ 7000 മൾട്ടി ബ്രാഞ്ച് വാച്ച് സ്റ്റോഴ്സ് ആണ് ഈ ഒരു കമ്പനിക്കുള്ളത്. അതുപോലെ തന്നെ 5 മെയിൻ ഡിസൈൻ സെന്റേഴ്സ് ആണ് ഉള്ളത്. അത് ബാംഗ്ലൂർ, ഹുസൂർ ആൻഡ് ഹൈദരാബാദ്. ഇനി ഫിനാൻഷ്യൽ 2021 കൺസോളിഡേറ്റഡ് റവന്യൂ ബ്രേക്കപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും ജ്വല്ലറി സെഗ്മെന്റിൽ നിന്നാണ് ഇവർക്ക് കൂടുതൽ റവന്യൂ ഇവർക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് ടോട്ടൽ റവന്യൂന്റെ 88% ജ്വല്ലറി സെഗ്മെന്റിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതായത് 17,745 കോടി റവന്യൂ ആണ് ഇവർ ജനറേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ വാച്ചസിലേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടോട്ടൽ റവന്യൂന്റെ 8% വാച്ച് സെഗ്മെന്റിൽ നിന്നാണ് ഇവർ ജനറേറ്റ് ചെയ്യുന്നത്. അതായത് 1529 കോടിയാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇനി ഐവെയറിലേക്ക് നോക്കുകയാണെങ്കിൽ ടോട്ടൽ റവന്യൂന്റെ 2%, അതായത് 361 കോടിയാണ് ഇവർ ജനറേറ്റ് ചെയ്യുന്നത്. ഇനി അതേഴ്സ് എന്നുള്ള സെഗ്മെന്റിൽ നിന്നും 2% ജനറേറ്റ് ചെയ്യുന്നത്. അതായത് 432 കോടിയാണ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്പനിക്ക് 4 മേജർ സെഗ്മെന്റ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് വാച്ചസ് ആൻഡ് വിയറബിൾസ് ആണ്. അപ്പൊ ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ഇവർക്ക് ഒരുപാട് ഇൻഹൗസ് ബ്രാൻഡ്സ് ഉണ്ട്. അപ്പൊ നോക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക്, എഡ്ജ്, സൊനാറ്റ, റാഗ, ഫെവറെ, ലുബ, അങ്ങനെ ഒരുപാട് ഇൻഹൗസ് ബ്രാൻഡ്സുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ഇവർ സെല്ല് ചെയ്യുന്നുണ്ട്. ലൈക്ക് ടോമി ഹിൽഫിഗർ, ആനി കെലിൻ, പുലീസ്, അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സുകൾ ഇവർ സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കമ്പനിക്ക്, അതായത് ടൈറ്റൻ കമ്പനിക്ക് 5 വാച്ച് മേക്കിംഗ് പ്ലാന്റ്സുകളാണുള്ളത്. അതായത് ഹൊസൂര്, കോയമ്പത്തൂര്, റൂട്ട്കി, സിക്കിം ആൻഡ് പാറ്റ്നഗറായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു കമ്പനിക്ക് 3 മൾട്ടി വാച്ച് സ്റ്റോഴ്സ് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. വേൾഡ് ഓഫ് ടൈറ്റൻ, ഹീലിയോസ്, അതുപോലെ തന്നെ ഫാസ്റ്റ് ട്രാക്ക്. അപ്പോൾ ഫിനാൻഷ്യൽ 2021 നോക്കുകയാണെങ്കിൽ ടോട്ടൽ റവന്യൂന്റെ 8%
ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു സെഗ്മെന്റിൽ നിന്നാണ്. അതായത് 1529 കോടിയാണ് ഈ ഒരു സെഗ്മെന്റിൽ നിന്ന് ജനറേറ്റ് ചെയ്തിരിക്കുന്ന ടോട്ടൽ റവന്യൂ. സെക്കൻഡ് സെഗ്മെന്റ് ജ്വല്ലറി. അപ്പൊ ഇന്ത്യയിലെ ജ്വല്ലറി സെഗ്മെന്റിൽ വൺ ഓഫ് ദി ലീഡിംഗ് ബ്രാൻഡ് ആണ് ടൈറ്റൻ ബൈ ഇറ്റ്സ് ബ്രാൻഡ് തനുഷ്ക് എന്നുള്ളത്. അപ്പൊ തനുഷ്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ലാർജസ്റ്റ് ജ്വല്ലറി റീറ്റെയിലർ ആണ്. അപ്പൊ 231 സിറ്റിയിൽ 382 സ്റ്റോഴ്സ് ആണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കമ്പനിക്ക് ഈ ഒരു സെഗ്മെന്റിൽ 3 മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസും അതുപോലെ തന്നെ 4 കരിയർ സെന്റേഴ്സും ആണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ ഇത് മാത്രമല്ല, ഇവർ ജ്വല്ലറി സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ ഇവർ വേറെ ബ്രാൻഡ്സും റൺ ചെയ്യുന്നുണ്ട്, ലൈക്ക് സോയ, മിയ, കരാട്ട് ലൈൻ ഒക്കെ. അപ്പൊ ഇതൊക്കെ ജ്വല്ലറി സ്പേസിൽ ഡിഫറെന്റ് സെഗ്മെന്റ്സ് ആണ്. അപ്പൊ ഫിനാൻഷ്യൽ 2021 നോക്കുകയാണെങ്കിൽ ടോട്ടൽ റവന്യൂവിന്റെ 88% അക്കൗണ്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സെഗ്മെന്റിൽ നിന്നാണ്. അതായത് 88% റവന്യൂ എന്ന് പറയുമ്പോൾ 17,745 കോടിയാണ് ജ്വല്ലറി സെഗ്മെന്റിൽ നിന്ന് ഫിനാൻഷ്യൽ 2021 ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. തേർഡ് സെഗ്മെന്റ് ഐവെയർ. ഇന്ന് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഒപ്റ്റിക്കൽ റീറ്റെയിൽ ചെയിൻ ആണ് ടൈറ്റൻ ഐ പ്ലസ് എന്നുള്ളത്. ഇപ്പൊ 276 സിറ്റിയിൽ 682 സ്റ്റോഴ്സ് ആണ് ഇവർ റൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചിക്കാബൽപൂരിൽ ഇവർക്ക് ഒരു ഇന്റഗ്രേറ്റഡ് ലെൻസ് മേക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പൊ ഇവിടെ തന്നെയാണ് ഫാസ്റ്റ് ട്രാക്ക് അതുപോലെ തന്നെ ഗ്ലേസ് ബാൻഡും റൺ ചെയ്യുന്നത്. ഇനി അടുത്ത സെഗ്മെന്റ് അതേഴ്സ്. അപ്പൊ ഈ ഒരു സെഗ്മെന്റിലാണ് കമ്പനി പെർഫ്യൂം ബ്രാൻഡ് സ്കിന്ന് അതുപോലെ തന്നെ ഇന്ത്യൻ ഡ്രസ് വെയർ തനീർ റൺ ചെയ്യുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ 2021 ടോട്ടൽ റവന്യൂവിന്റെ 2% അക്കൗണ്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സെഗ്മെന്റിൽ നിന്നാണ്. അതായത് 432 കോടിയാണ് ഫിനാൻഷ്യൽ 2021 ഈ ഒരു സെഗ്മെന്റിൽ നിന്ന് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ ടൈറ്റന്റെ ബ്രാൻഡ് പോർട്ട്ഫോളിയോ വരുന്നത് ഇങ്ങനെയാണ്: ലക്ഷറി, പ്രീമിയം, മിഡ് മാർക്കറ്റ് ആൻഡ് മാസ് മാർക്കറ്റ്. ഈ ഒരു കമ്പനിക്ക് 2 സബ്സിഡറീസ് ആണ് ഉള്ളത്. ടൈറ്റൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഓട്ടോമേഷൻ ഹോളി ഓൺഡ്, അതായത് പ്രൊവൈഡിംഗ് എഞ്ചിനീയറിംഗ് ആൻഡ് ഓട്ടോമേഷൻ സർവീസസ് ആണ്. അതുപോലെ തന്നെ കരാട്ട് ലൈൻ 72.3% ഓൺഡ് ആണ്. അത് ഒമ്നി ചാനൽ ജ്വല്ലറി റീറ്റെയിലർ ആണ്. ഇനി ഇൻഡസ്ട്രി ഓവർവ്യൂ നമുക്ക് നോക്കാം. അപ്പൊ ഇന്ത്യയിലെ ഇമ്പോർട്ടന്റ് ഇൻഡസ്ട്രി സെക്ടർ ആണ് ജെംസ് ആൻഡ് ജ്വല്ലറി സെഗ്മെന്റ് എന്നുള്ളത്. 2019 ഗ്ലോബൽ ജ്വല്ലറി ഡിമാൻഡിന് 27% കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലോബൽ ജെംസ് ആൻഡ് ജ്വല്ലറി സെഗ്മെന്റ് മാർക്കറ്റ് സൈസ് 2023 എക്സ്പെക്ട് ചെയ്യുന്ന $103 ബില്യൺ ആണ്. അപ്പോൾ ഇത് ഫിനാൻഷ്യൽ 2022 അണ്ടിൽ സെപ്റ്റംബർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ എക്സ്പോർട്ടഡ് ജെംസ് ആൻഡ് ജ്വല്ലറി വരുന്നത് $18.98 ബില്യൺ ആണ്. ഇത് നമ്മൾ ഫിനാൻഷ്യൽ 2021 അണ്ടിൽ സെപ്റ്റംബർ നമ്മൾ നോക്കുകയാണെങ്കിൽ $8.01 ബില്യൺ ആണ്. ഇന്ത്യയിലെ ജ്വല്ലറി സെക്ടറിന്റെ ഗ്രോത്തിനെ അഫക്ട് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫാക്ടർ വരുന്നത് ഹൈ ഡൊമസ്റ്റിക് ഡിമാൻഡ് ഡ്യൂ ടു സോഷ്യൽ ആൻഡ് കൾച്ചർ ഫാക്ടേഴ്സ്. Second one, 100% FDI in the sector, reduction in import of precious metals, competitive labor cost and established industry, 10 special economic zone for the sector along with over 500 manufacturing units accounting for 30% of India's export, online jewelry retailing, rise of small medium enterprise players, rising middle class population and rising income levels, rise of parallel industries like gold loan industry. ഇനി നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ടൈറ്റൻ കമ്പനിനെ രാജേഷ് എക്സ്പോർട്സ് അതുപോലെ തന്നെ കല്യാൺ ജുവലേഴ്സ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇൻ ക്രോസ് ആണ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ടൈറ്റൻ്റെ വരുന്നത് 1,94,070, രാജേഷ് എക്സ്പോർട്ട് 16,230, കല്യാൺ ജുവലേഴ്സ് 6,242. പ്രൈസ് ടു ഏർണിംഗ്സ് ടൈറ്റൻ 88.15, രാജേഷ് എക്സ്പോർട്ട് 16.15, കല്യാൺ ജുവലേഴ്സ് 27.90. പ്രൈസ് ടു ബുക്ക് ടൈറ്റൻ 20.91, രാജേഷ് എക്സ്പോർട്ട് 1.34, കല്യാൺ ജുവലേഴ്സ് 1.99. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ടൈറ്റൻ 0.78, രാജേഷ് എക്സ്പോർട്ട് 0.07, കല്യാൺ ജുവലേഴ്സ് 1.28. അപ്പോൾ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ കുറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ കമ്പനിക്ക് എപ്പോഴും നല്ലത്. അടുത്തത് കറണ്ട് റേഷ്യോ. കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ ടൈറ്റൻ്റെ കറണ്ട് റേഷ്യോ വരുന്നത് 1.66, രാജേഷ് എക്സ്പോർട്ട് 1.87 and Kalyan Jewellers 1.32. Return on equity Titan 26.33%, Rajesh Export 8.52%, Kalyan Jewellers 7.51%. Operating profit margin Titan 11.60%, Rajesh Export 0.45%, Kalyan Jewellers 7.53%. Net profit margin Titan 7.77%, Rajesh Export 0.41%, Kalyan Jewellers 2.07%. 5 year sales CAGR Titan 16.78%, Rajesh Export 0.08%. 1 year return Titan 39.25%, Rajesh Export 3.97%, Kalyan Jewellers -11.48%. അപ്പോൾ 1 ഇയർ റിട്ടേൺസ് നമ്മൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടൈറ്റൻ തന്നെയാണ് റിട്ടേൺസ് കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ സ്ട്രെങ്ത്തിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ സ്ട്രെങ്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ ബ്രാൻഡ് ബിൽഡിംഗ് കപ്പാസിറ്റിയാണ്. അപ്പോൾ വാച്ചിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് ടൈറ്റൻ എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ജ്വല്ലറിനെ പറ്റി ചിന്തിക്കുമ്പോഴും നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് വരുന്നതാണ് തനുഷ്ക് എന്നുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ ജ്വല്ലറി ബിസിനസ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇവർ ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നത്. മാസീവായിട്ട് ക്യാഷ് ജനറേറ്റ് ആവുന്നത് ജ്വല്ലറി സെഗ്മെന്റ്
സെഗ്മെന്റിൽ നിന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇവർക്ക് ഇനഫ് ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാഷ് യൂസ് ചെയ്തുകൊണ്ട് ഇവർക്ക് ബാക്കിയുള്ള സെഗ്മെന്റ്സ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിക്കും. ടാറ്റ ഗ്രൂപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഇവർക്ക് നല്ലൊരു കോർപ്പറേറ്റ് ഗവർണൻസ്, ഓപ്പറേറ്റിംഗ് സ്ട്രക്ചർ, അതുപോലെ തന്നെ ലാർജ് ക്യാപിറ്റൽ റിസർവിലേക്ക് ആക്സസ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ കൊണ്ട് തന്നെ ഇവർക്ക് പ്രോഫിറ്റ് മാർജിൻസും ROE ഒക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് 10 ഇയേഴ്സിൽ നോക്കുവാണെങ്കിൽ ഒരു ആവറേജ് 24% ഇവർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. എക്സെപ്റ്റ് കോവിഡ് വന്നൊരു ടൈമിൽ ഫിനാൻഷ്യൽ 2019 ഇവർക്ക് ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി വീക്ക്നെസ്സസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ടൈറ്റൻ കമ്പനിയുടെ കൂടുതൽ ബിസിനസ്സും ജ്വല്ലറി സെഗ്മെന്റിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ജ്വല്ലറി സെഗ്മെന്റ് ആയതുകൊണ്ട് തന്നെ റിസ്ക് കൂടുതലുള്ള ഒരു സെഗ്മെന്റ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രഷ്യസ് മെറ്റൽസ് ഒക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹയർ ഇമ്പോർട്ട് ഡ്യൂട്ടി നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഹയർ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് നമ്മൾ പേ ചെയ്യുമ്പോൾ കമ്പനിയുടെ പ്രൊക്യൂർമെന്റ് കോസ്റ്റ് കൂടുകയും അതുപോലെ തന്നെ കമ്പനിയുടെ ഓവറോൾ പെർഫോമൻസിന് അത് ഹേർട്ട് ചെയ്യുകയും ചെയ്യും. നാഷണൽ ബ്രാൻഡ്സ് ലൈക്ക് PC ജുവലേഴ്സ്, അതുപോലെ തന്നെ മലബാർ ജുവലേഴ്സ് ഒക്കെ ഉള്ളപ്പോൾ ഈ ഒരു സെഗ്മെന്റ് ഹൈലി കോമ്പറ്റേറ്റീവ് ആണ്. അപ്പോൾ ഹോൾ മാർക്കിംഗിന്റെ വൈഡ് യൂസേജ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രി ബെഞ്ച് മാർക്ക് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കമ്പനിയുടെ ബ്രാൻഡ് ട്രസ്റ്റ്, അതുപോലെ തന്നെ റിലയബിലിറ്റി പാസ്റ്റിലെ പോലെ എഫക്റ്റീവ് അല്ല. ടൈറ്റന്റെ ഒറിജിനൽ ബിസിനസ്, അതായത് വാച്ച് ബിസിനസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു വാച്ച് ബിസിനസിന്റെ ഗ്രോത്ത് ഇപ്പോൾ സ്ലോ ആയിട്ട് കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ എല്ലാവരും വാച്ച് എന്നുള്ളത് ഒരു ലൈഫ് സ്റ്റൈൽ ഐറ്റം അല്ലെങ്കിൽ ഒരു ലക്ഷറി ഐറ്റം ആയിട്ടാണ് കാണുന്നത്, റാദർ ദാൻ എവറിഡേ ഐറ്റം. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവ്മെന്റിനെ ഒന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് ടൈറ്റൻ ഇപ്പം അവരുടെ ബ്രാൻഡ് വിയറബിൾസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടൈറ്റൻ കമ്പനിയുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ടൈറ്റൻ കമ്പനി ന്യൂ സെഗ്മെന്റിലേക്ക് എൻ്റർ ചെയ്യാനും അവിടെ ലോങ് ലാസ്റ്റിംഗ് ബ്രാൻഡ് ബിൽഡ് ചെയ്യാനും സക്സസ്ഫുൾ ആണ്. അപ്പോൾ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ടൈറ്റൻ കമ്പനി പുതിയ സെഗ്മെന്റിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. അതായത് അവരുടെ വാച്ച് സെഗ്മെന്റിലെ എക്സ്പെർട്ടൈസിന് യൂസ് ചെയ്തിട്ട് വിയറബിൾസിലേക്ക് അവരൊരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിയറബിൾസിലേക്ക് അവർ അവരുടെ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യുമോ, അവിടെ സക്സസ്ഫുൾ ആകുമോ എന്നുള്ളതൊന്നും നമുക്ക് ഇപ്പം പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അത് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് അത് കണ്ടറിയാൻ സാധിക്കുന്നതാണ്. അപ്പം ടൈറ്റന്റെ നേച്ചർ വെച്ചിട്ട്, അതായത് ഒരു ബ്രാൻഡ് ബിൽഡിംഗ് കപ്പാസിറ്റി യൂസ് ചെയ്തിട്ട് അവരവിടെ ഒരു ന്യൂ അവതാർ ക്രിയേറ്റ് ചെയ്യുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് ടൈറ്റനെ പറ്റിയിട്ട് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടൈറ്റന്റെ ഫണ്ടമെന്റൽ അനാലിസിസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്ത്. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. അത് ഗ്രോ മലയാളം ചാനലിലൂടെ നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഗ്രോയുടെ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.